എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ കുറേ നാളായി നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വീഡിയോ ഇടാമെന്ന് കരുതി. ബിക്കോസ് ഓഗസ്റ്റ് 11 എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറിയൊരു കുട്ടി വ്ളോഗായിരിക്കും കേട്ടോ. ഇപ്പോൾ വ്ളോഗൊക്കെ എടുക്കാൻ ഭയങ്കര മടിയായിട്ടുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ എനിക്ക് വേറെയും 1-2 ചാനൽസൊക്കെ ഉണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഞാൻ ആക്റ്റീവാണ്. അതുകൊണ്ട് എന്തായി ഇപ്പോൾ ഇതിൽ നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും നേരം കിട്ടുന്നില്ല. അത് ഒരു കാര്യം. പിന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ 2-3 ചാനൽ ഇങ്ങനെ മാനേജ് ചെയ്യുന്നത് കൊണ്ട് ഓരോന്നിലും ഈ പറഞ്ഞ പോലെ സമയം കിട്ടുന്നില്ല. അതിൻ്റെ കാര്യം പിന്നെ ചെയ്യാനുള്ളൊരു മടി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഫൈനലി ഇപ്പോൾ നമ്മൾ എന്തായാലും ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. വിചാരിക്കും ഇങ്ങനെ ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൂ. പക്ഷേ എന്നും ഒരേ റൂട്ടീനായതുകൊണ്ട് ഞങ്ങൾക്കും ബോറടിയും ആവും. അപ്പോൾ പിന്നെ നമ്മൾ ഇട്ടിട്ടും കാര്യമില്ല. അപ്പോൾ എന്തായാലും ഇന്ന് എൻ്റെ ഹസ്ബൻഡ് വിക്രമിൻ്റെ ബർത്ത്ഡേ ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കേട്ടോ, പിറന്ന നാളല്ല. അത് കഴിഞ്ഞു പോയി. ജൂലൈ ലാസ്റ്റിലങ്ങടായിരുന്നു നാള് വന്നത്. ഇത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ആൻഡ് അങ്ങനെ പ്രത്യേകിച്ച് ആഘോഷവും കാര്യങ്ങളൊന്നുമില്ല. ആൾക്ക് അങ്ങനെ നിർബന്ധമുള്ള ഒരു ആളല്ല. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ ഫ്രണ്ട് വരുമ്പോൾ ഇപ്പോൾ രാത്രിയായി. അപ്പോൾ അവരോട് ഞാൻ കേക്ക് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആൾക്കറിയില്ല. അപ്പോൾ ഫ്രണ്ട് വരുന്ന കാര്യമൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു അവർ വരുന്നുണ്ടെന്നുണ്ട്. അവർക്ക് എന്തായാലും തൃശ്ശൂർക്ക് വരേണ്ട ആവശ്യമില്ല. അവർ എറണാകുളത്താണ് താമസിക്കണം. നമുക്കൊക്കെ അറിയാവുന്ന ഫ്രണ്ടാണ്. അറിയുമെന്നറിയില്ല. ലിൻഡ എന്നാണ് പേര് കേട്ടോ. അപ്പോൾ ആളും ഒരു യൂട്യൂബറാണ്. സോ എറണാകുളത്താണ് താമസിക്കുന്നത്. അവർക്ക് തൃശ്ശൂർ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ ചെയ്യുമോ, എനിക്ക് ഒന്ന് സർപ്രൈസ് ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവർ വരുന്നത് ആൾക്കറിയാം, ബട്ട് കേക്കിൻ്റെ കാര്യമൊന്നും അറിയില്ല. സോ അപ്പം അങ്ങനെ വിചാരിക്കും. പിന്നെ പുറത്ത് പോയി എല്ലാവരും കൂടി ഒന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നടക്കില്ലെന്നൊന്നും അറിയില്ല. എന്തായാലും അവർ വരാൻ കാത്തിരിക്കുകയാണ് ഞാൻ. സോ അപ്പോൾ ഒരു ചെറിയൊരു കുട്ടി ബർത്ത്ഡേ വ്ളോഗാണ്. ഓക്കെ, അപ്പം ഞാൻ നോക്കാം. ഞാൻ പരമാവധി ട്രൈ ചെയ്യാം വീഡിയോസ് ഇടാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോസൊക്കെ കാണാം, മുന്നത്തെ വീഡിയോസൊക്കെ കാണാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട, ആൻഡ് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സോ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. അവർ വരുന്നുണ്ട് കേട്ടോ, വരുന്നുണ്ട്. ഞങ്ങൾക്ക് റോഡിൽ പോയി നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ വരുന്നുണ്ട്. ഞാൻ കാണിച്ചു. ഹലോ മോളാ, മോളിലിരിക്കുന്നുണ്ട്. മോള് ഉറങ്ങിയാ? അതെയാ. ദിസ് ഈസ് ലിൻഡ, നമ്മുടെ മറ്റേ ചാനലിലേക്ക്. എൻ്റെ ഫാമിലി സൂപ്പർ. ഞാൻ പേര് മാറ്റണം, വേറെ എന്തെങ്കിലും പേരാക്കണം. Happy birthday to you. Happy birthday to you. Happy birthday dear Vikram. Happy birthday to you. നമ്മളൊരാളുടെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ അത് മാക്സിമം പോവാക്കിട്ട് വേണം പോവാൻ. ഇന്ന് ഷുഗർ കൂടി ഇറങ്ങി കിടക്കും. അവിടെ കുറച്ച് കഴിയുമ്പോ അവിടെ നിന്ന് കഴിഞ്ഞില്ല.
അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിങ്ങാലക്കുടയിലൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. എവിടെയാണ് ചങ്ങമ്പുഴ പാർക്കിന്റെ അവിടെ എവിടെയാ കട? ഇത് കാടുണ്ട്, കാടല്ല, ഇവിടെ കൊറേ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ആ മരത്തിന്റെ അപ്പുറത്ത് കൊറേ നീളമുള്ള കടകൾ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഫ്രൈഡ് റൈസ് കഴിക്കുന്ന സ്ഥലത്താണ് അതിലൊരു പച്ചക്കറി കടയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും അപ്പുറത്തേക്ക് പോകണം. അവിടെയാണ് അതുള്ളത്. തായ് ഫ്രൈഡ് റൈസ് ഉണ്ട്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് അല്ല, ഡ്രാഗൺ ചിക്കൻ. പിന്നെ ഇതേ ഇങ്ങോട്ട് തന്നെയാണ് ചേട്ടാ. പിന്നെ ഇതേ ഇതിലുണ്ടാവും ചിക്കൻ. അതല്ല, അതെ ഈ നൂഡിൽസ് കിട്ടും. അത് നോർമൽ നൂഡിൽസ്. ആ നൂഡിൽസ് ഒക്കെ കിട്ടും. പൊറോട്ട ഒക്കെ അല്ലേ? സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ച് പുറത്തുപോയി. അപ്പം ചെറിയൊരു കുട്ടി എന്താ പറയുക ബർത്ത്ഡേ സെലിബ്രേഷനായിരുന്നു. അങ്ങനെ എന്താ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോസൊക്കെ കാണാം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത വ്ളോഗായിട്ട് വീണ്ടും വരാം. ബൈ.